നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ കഴിച്ചില്ലേ മോള് ഇതുവരെ? എനിക്ക് മതി അങ്കിളെ. മതി അങ്കിളെ. വേണ്ട മതി. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. അങ്കിള് മോക്ക് സ്നാക്സ് എടുത്ത് തരട്ടെ? മതി, എനിക്ക് ഉറക്കം വരുന്നു. ആണോ? മോക്ക് ഉറക്കം വരുന്നുണ്ടോ? എന്നാ മോൾ ഉറങ്ങിക്കോ. അമ്മ ഇതുവരെ വന്നില്ലല്ലോ. സാരല്ല, മോള് അങ്കിളിന്റെ മടിയിൽ തല വെച്ചിറങ്ങിക്കോ. സൂക്ഷിച്ചു. മുകളിലേക്ക് ഇറങ്ങിക്കോ. കണ്ണടച്ചിറങ്ങിക്കോ. പേടിക്കണ്ട കേട്ടോ. മോള് കണ്ണടച്ച് നന്നായിട്ട് ഉറങ്ങിക്കോ. ഇവിടെ അങ്കിൾ അടുത്ത് തന്നെ ഉണ്ട്. ഈശ്വര, എന്റെ മോക്കച്ഛന്റെ സ്നേഹം അത് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. ഈ ശ്യാമ എന്താ ഫോൺ എടുക്കാത്ത? അഖിലിനെ വിളിച്ചു നോക്കാം. അശ്വതി ചേച്ചി, വീണ്ടും ജേഷ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ചേച്ചി, എന്താ പ്രശ്നം? അഖി, ഞാനിവിടെ വീട്ടിലെത്തി. മോളിവിടെ ഉണ്ട്. പിന്നെ ആ ജയേഷ് ഇവിടെ വന്നിരുന്നു. എന്നിട്ട് അവൻ അവിടെ ഉണ്ടോ? ഞാനിപ്പോ വരാം. വേണ്ട, അവൻ പോയി. നിന്റെ ഏട്ടൻ തല്ലുകൊടുത്ത് വിട്ടു. ഏട്ടനോ? അരുൺ ഇവിടെ ഉണ്ട്. എന്നിട്ട് അരുണേട്ടൻ അശ്വതി ചേച്ചിയെ കണ്ടോ? ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ വെച്ച് ശ്രീകുട്ടിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അരുൺ വീട്ടിൽ കൊണ്ടുവന്നതാ. ഇപ്പൊ പക്ഷെ പ്രശ്നമൊന്നുമില്ല. ശ്രീകുട്ടി ഇപ്പൊ അരുണിന്റെ മടിയിൽ കിടന്ന് അവൾ ഉറങ്ങുക. അങ്ങനൊരു അവസരത്തിലെങ്കിലും ഒരു അച്ഛന്റെ സ്നേഹം എന്റെ മോക്ക് കിട്ടി. ആ സ്നേഹത്തിന് വേണ്ടി എന്റെ കുഞ്ഞ് എത്രമാത്രം കൊതിച്ചിട്ടുണ്ടെന്നോ. എന്നെ എന്റെ മോളും അരുണും കണ്ടിട്ടില്ല. ഞാൻ വന്നിട്ടേ തിരിച്ചു പോകുന്നു പറഞ്ഞിരിക്ക അരുൺ. അയ്യോ, അത് പ്രശ്നമാണല്ലോ. അഖിലൊന്ന് ഇവിടെ വരെ വരണം. എങ്ങനെയാ അരുണിനെ ഒന്ന് പറഞ്ഞയക്കണം. ഇല്ലെങ്കിൽ അറിയാലോ, ഞാൻ ആകെ പെട്ടിരിക്ക. ശരി, പിന്നെ അശ്വതി ചേച്ചി അരുണേട്ടന്റെ കണ്ണിപ്പെടാതെ നിന്നോ. ഞാനിപ്പോ എത്താം. ശരി. എന്തായാലും ഇപ്പൊ മോൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അരുണേട്ടൻ പോയിക്കോളൂ. അശ്വതി ചേച്ചി വരുന്നവരെ ഞാനിവിടെ നിൽക്കാം. അല്ല, നിനക്ക് കടയിൽ തിരക്കുള്ളതല്ലേ? ഏയ്, അത് സാരമില്ല. ഏട്ടൻ പൊയ്ക്കോ. എന്നാലും ഈ അശ്വതി ഇത് എവിടേക്കാ പോയത്?
അതും എന്തോ ആർക്കോ ആക്സിഡന്റ് ആണെന്നാ പറഞ്ഞേ. എന്തോ അത്രയ്ക്ക് എമർജൻസി ആയി കാണും. എനിക്കും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. വന്നിട്ടെല്ലാം ചോദിച്ചറിയണം. എടാ, എന്ത് എമർജൻസി ആയാലും ഈ മോളെ ഇങ്ങനെ റോഡിൽ ഒറ്റയ്ക്കാക്കിട്ട് പോകാമോ? അശ്വതി വരട്ടെ, ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. അറിഞ്ഞേട്ടാ, ഞാൻ പറയുന്ന കേൾക്കുക. ഇപ്പൊ പോയി, ഞാനിവിടെ ഉണ്ട്. അല്ല, അശ്വതിയും ആദ്യമായിട്ടുമായിട്ടുള്ള ബന്ധം നിനക്കും അറിയായിരുന്നല്ലോ. പിന്നെ നീ ശ്യാമ എന്താ ഇവളോട് ഇത്ര അടുപ്പം കാണിക്കുന്നത്? എന്തിനാ നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്? ആ, ഏട്ടനത് അറിയാലോ. ആ, പിന്നെ ഏട്ടൻ എന്തിനാ ഈ മോളെ ഇങ്ങനെ സ്റ്റേജ് നടക്കുന്നത്? അത് കാര്യമൊക്കെ ശരിയാ. ആദ്യേട്ടനും ഇവിടുത്തെ അശ്വതിയായിട്ടുള്ള ബന്ധം ആ കാര്യത്തിൽ എനിക്ക് എതിർപ്പ് തന്നെയാ. പക്ഷേ അഗെയിൻ ഈ മോളെ കാണുമ്പോ എനിക്കെന്തോ വല്ലാത്തൊരു ഫീലാ. അത് സ്നേഹോ വാത്സല്യോ എന്തോ ഒന്നും എനിക്കങ്ങോട്ട് തിരിച്ചറിയാനാവുന്നില്ല. എപ്പോഴും ഈ മോൾ എന്നോടൊപ്പം ഉണ്ടാവണമെന്നൊരു തോന്നൽ. എന്തോ ഞാൻ എന്നെ തന്നെ മറന്നു പോവാ. എന്തായാലും ഞാൻ പോവാം. പക്ഷേ അശ്വതി വരുമ്പോ നീ ഒരു കാര്യം പറയണം. മോളെ ഇനി ഇങ്ങനെ വിഷമിപ്പിക്കരുതെന്ന്. ആ, ഞാൻ പറഞ്ഞേക്കാം. അറിഞ്ഞിട്ടും വയ്ക്കുള്ളൂ. പിന്നെ ഐശ്വര്യ വിളിച്ചിരുന്നു. അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണമെന്ന് എന്നോട് പറഞ്ഞു. എന്തോ അത്യാവശ്യ കാര്യമെന്നാ പറഞ്ഞ്. അതിലിപ്പോ ഞാനിവിടെ നിൽക്കല്ലേ, എന്താ കാര്യം എന്ന് പറഞ്ഞു? ഐശ്വര്യ ഒന്നും വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞില്ല. എന്തോ നിന്നെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ, അതെന്താ അങ്ങനൊരു കാര്യം? എന്തായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അശ്വതി വന്നിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. ആ, ഞാനും ഐശ്വര്യം കൂടി നിന്നെ കാണാൻ വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.